ഡിയർ സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് ഞാൻ പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് പോളിഗൺ ഫില്ലിംഗ് എന്താണെന്നും എത്ര തരത്തിലാണ് പോളിഗൺ ഫില്ലിംഗ് ഉള്ളതെന്നും ഫസ്റ്റ് മെത്തേഡ് സ്കാൻ ലൈൻ ഫില്ലിംഗ് അൽഗോരിതം ആണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പോളിഗൺ ഫില്ലിംഗ് മെത്തേഡായ ഫ്ലഡ് ഫിൽ അൽഗോരിതത്തെ കുറിച്ചാണ്. ഫ്ലഡ് ഫിൽ അൽഗോരിതവും പിന്നെ ബൗണ്ടറി അൽഗോരിതമാണുള്ള ബൗണ്ടറി ഫില്ലിംഗ് അൽഗോരിതം അടുത്ത വീഡിയോയിൽ പറയാം. ഇതിൽ വളരെ ചെറിയ ടോപ്പിക്കാണ്. ഫ്ലഡ് ഫില്ലിംഗ് അൽഗോരിതം എന്താണ് എന്ന് നോക്കാം. Sometimes we come across an object where we want to fill the area and its boundary with different colors. ഒരു ഒബ്ജക്റ്റ് നമുക്ക് വിസിബിൾ ആവണം അല്ലെങ്കിൽ ഡിസ്പ്ലേ ആവണമെങ്കിൽ അതിന് ബൗണ്ടറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് ബൗണ്ടറി കാണിക്കുന്ന രീതിയാണ് ഫ്ലഡ് ഫിൽ അൽഗോരിതം എന്ന് പറയുന്നത്. ബൗണ്ടറി ഫിൽ അൽഗോരിതം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കണക്റ്റഡും 8 കണക്റ്റഡും ആയിട്ടുള്ള സർക്കിളുകൾ വരച്ചുകൊണ്ട് 4 സർക്കിളിനുള്ളിൽ നടുവിലുള്ളതിനെ ഒരു കളർ കൊടുത്ത് അങ്ങനെ അത് നിങ്ങളടുത്ത വീഡിയോയിൽ പറയാം. ആ ഒരു മെത്തേഡാണ്, അങ്ങനത്തെ ഒരു തരത്തിലുള്ള മെത്തേഡാണ്. അതേസമയം ഇതും 4 കണക്റ്റഡ് 8 കണക്റ്റഡ് തന്നെയാണ്. അതായത് കളറുകൾ ഫില്ല് ചെയ്യുമ്പോൾ 4, 8 അതിന് മൾട്ടിപ്ലൈഡ് കൂടുതൽ യൂസ് ചെയ്യാൻ നിർബന്ധമൊന്നുമല്ല. അങ്ങനെയാണ് ഉപയോഗിക്കാറ് കൂടുതലും. ബൗണ്ടറി മനസ്സിലാൻ വേണ്ടിയിട്ട് ബൗണ്ടറി സെപ്പറേറ്റ് ചെയ്ത് പല കളറുകളിൽ നമ്മൾ കാണിക്കാറുണ്ട്. അതിന് ഫ്ലഡ് ഫിൽ അൽഗോരിതം എന്ന് പറയുന്നത് ഒരു പോളിഗൺ ഡയറക്ഷൻ വരയ്ക്കുന്ന സമയങ്ങളിൽ അതിന് ബൗണ്ടറി മെൻഷൻ ചെയ്യാം. ബൗണ്ടറി മെൻഷൻ ചെയ്താൽ തന്നെ നമുക്ക് ആ പോളിഗണിൻ്റെ ഫിഗർ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അതാണ് പറയുന്നത്. Instead of relying on the boundary of the object, it relies on the fill color. In the other words, it replaces the interior color of the object with the fill color. When no more pixel of the original interior color exists, the algorithm is complete. അതായത് പറയുന്നത് ബൗണ്ടറി ഒബ്ജക്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽ കളർ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. മറ്റൊരു തരത്തിൽ പറയുന്നത് റീപ്ലേസ് ദ ഇൻറ്റീരിയർ കളർ ഓഫ് ദി ഒബ്ജക്റ്റ് വിത്ത് ദ ഫിൽ കളർ. ആ ഇൻറ്റീരിയർ കളറിന് എന്താണ് ഫിൽ കളർ വെച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഓൾറെഡി ഉള്ള ഇൻറ്റീരിയർ കളറിന് നമ്മൾ വേറെ കളർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. വെൻ നോ മോർ പിക്സൽ ഓഫ് ദി ഒറിജിനൽ ഇൻറ്റീരിയർ കളർ എക്സിസ്റ്റ്, ദ അൽഗോരിതം ഈസ് കംപ്ലീറ്റ്. അപ്പോൾ ഒറ്റൊന്നിനും ഒറിജിനൽ ഇൻറ്റീരിയർ കളർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അൽഗോരിതം കംപ്ലീറ്റ് ആണ് എന്ന് പറയാം. അതേസമയം ഒന്നിൽ പോലും ഓൾറെഡി ഉള്ള ഇൻറ്റീരിയർ കളർ വരാതെ കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അൽഗോരിതം കംപ്ലീറ്റ് ആയി എന്ന് പറയാം. വൺസ് അഗെയിൻ ദിസ് അൽഗോരിതം റിലേസ് ഓഫ് ദി 4 കണക്റ്റഡ് ഓർ 8 കണക്റ്റഡ് മെത്തേഡ് ഫോർ ഫില്ലിംഗ് ദ പിക്സൽ. ഈ പിക്സലുകൾ വരച്ചത് 8 കണക്റ്റഡോ 4 കണക്റ്റഡോ ആയിട്ടാണ് ചെയ്യാറ്. അല്ലാതെയും ചെയ്യാം, അങ്ങനെ ചെയ്യാറുണ്ട്. 4 ഒരു കളർ, പിന്നെ 8 ആണെങ്കിൽ 8 അല്ലെങ്കിൽ 4 അങ്ങനെ ഒരു മൾട്ടിപ്പിളായിട്ട് ചെയ്യാറുണ്ട്. അത് അടുത്തതായ ബൗണ്ടറി അൽഗോരിതത്തിൽ അങ്ങനെ ഒരു മെത്തേഡ് പറയുന്നുണ്ട്, 8 കണക്റ്റഡും 4 കണക്റ്റഡും. But instead of looking for the boundary color, it is looking for adjacent pixels that are part of the interior. അപ്പോൾ ചില കേസിൽ 4 8 കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ, ചില ബൗണ്ടറി എന്ന് പറയുമ്പോൾ 4 കൂടുതൽ 5 വേണ്ടി വരും, ചിലപ്പോൾ 7 വേണ്ടി വരാം. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിലൊക്കെ കൊടുക്കും. പക്ഷേ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് 4 കണക്റ്റഡ് ഓർ 8 കണക്റ്റഡ് ആണ്. ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഫ്ലഡ് ഫിൽ അൽഗോരിതമാണ്. അതിൻ്റെ ബൗണ്ടറീസ് കണ്ടില്ലേ, കളർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് കണ്ടില്ലേ, നോക്കൂ. അപ്പോൾ ഈ ഒരു 4 ഒതുങ്ങില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്. അപ്പോൾ ഇത് 8 കണക്റ്റഡ് ആണ്, യെല്ലോ എന്ന് പറയുന്നത്. പിന്നെ ഇത് അങ്ങനെ ആ പോളിഗൺ ലൈന് ഫില്ല് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് ഫ്ലഡ് ഫിൽ അൽഗോരിതം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിരുന്ന ഒരു അൽഗോരിതമാണത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബൗണ്ടറി ഫിൽ അൽഗോരിതം പഠിക്കാം.